ഒരു സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ ഏലക്കായ 4 എണ്ണം, ഗ്രാമ്പു 5 എണ്ണം, ഒരു ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 3 സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. സബോള അരിഞ്ഞെടുക്കുമ്പോൾ നീളത്തിൽ അരിയാതെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. സബോള പകുതി വേവായി കഴിഞ്ഞാൽ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സബോള ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം 1 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. മിനിമം 2 മിനിറ്റെങ്കിലും ഇളക്കി വേവിച്ചെടുക്കണം. രണ്ട് മിനിറ്റ് ഇളക്കി വേവിച്ചതിന് ശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇനി മൂടി തുറന്ന് നല്ലപോലെ ഇളക്കി ഇതുപോലെ വേവിച്ചെടുക്കണം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് 3 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് ഇളക്കി മിക്സ് ചെയ്ത് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി കോഴിമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം.